ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 29 മുതൽ 34 വരെയുള്ള തിരുവചന ഭാഗം. പത്രോസിൻ്റെ അമ്മായിയമ്മയെ ഈശോ സുഖപ്പെടുത്തുന്നതാണ് ഇന്നത്തെ തിരുവചന ധ്യാന വിഷയം. അത്ഭുത പ്രവർത്തകനായ തമ്പുരാൻ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രകടിപ്പിച്ച് ജെറുസലേമിൻ്റെ നഗരവീഥികളിലൂടെ പാലസ്തീനായിലെ ഗ്രാമാന്തരങ്ങളിലൂടെ കടന്നുപോയത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അനേകം അത്ഭുതങ്ങളിൽ ഒന്നായി മാറിയ പത്രോസിൻ്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തൽ ഒരു വലിയ വാർത്തയാകേണ്ട കാര്യവുമില്ല. പക്ഷെ എന്തേ ഇത് നമ്മുടെ വിചിന്തനത്തിന് വിഷയമായിട്ട് പോലും മാറത്തക്ക രീതിയിൽ പ്രാധാന്യമുള്ള ഒരു സുവിശേഷ ഭാഗമായി തീരുന്നു എന്നതാണ് ഏറെ ശ്രദ്ധാർഹമായ കാര്യം. ഈശോ പലപ്പോഴും ശിഷ്യന്മാരുടെ ഭവനങ്ങളിലും അവരുടെ ഒരുമിച്ചുള്ള താവളങ്ങളിലുമൊക്കെയാണ് താമസിച്ചിരുന്നത് എന്ന് നമുക്കറിയാം. 3 വർഷക്കാലത്തെ പരസ്യ ജീവിതത്തിനിടയിൽ ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് വട്ടം ഈശോയ്ക്കും ശിഷ്യന്മാർക്കുമൊക്കെ വിരുന്നൊരുക്കിയിട്ടുള്ള ഒരു അമ്മ. കഫർനാമില് ഒരുപക്ഷെ സിനഗോഗിൽ ഈശോ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴാകാം പത്രോസിൻ്റെ അമ്മായിയമ്മ രോഗിയായി അസുഖബാധിതയായി ഭവനത്തിലെ കിടപ്പാണ് എന്ന് അറിയുന്നത്. വചനം പറയുന്നത് അവൾക്ക് പനിയായിരുന്നു എന്ന്. വലിയ രോഗബാധയല്ല, പനിയാണ്. ഈശോയ്ക്ക് വേണമെങ്കിൽ അവഗണിച്ച് കടന്നു പോകാമായിരുന്നു. പക്ഷെ നമ്മളിവിടെ കാണുന്നത് ഒരു വ്യക്തിപരമായ കരുതലാണ്. മാറാരോഗിയായ ഒരുവളെ സുഖപ്പെടുത്താൻ പോകുന്ന അതേ ഗൗരവത്തോടു കൂടി പനി ബാധിച്ച പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ അടുക്കിലേക്ക് ഈശോ ചെല്ലുകയാണ്. ഏറെ സാന്ത്വനത്തോടെ, ഏറെ സഹാനുഭൂതിയോടെ ആ അമ്മയെ അവിടുന്ന് കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. അവളുടെ രോഗം അവളെ വിട്ടുമാറും. പ്രിയപ്പെട്ടവരെ, ഈശോ കാണിച്ച അത്ഭുതം നമുക്ക് ഈശോ വലിയ പുള്ളിയാണല്ലോ എന്ന് ചിന്തിക്കാനുള്ളൊരവസരമായിട്ടല്ല ഇന്ന് നമുക്ക് നൽകുന്നത്. ഈ സഹിഷ്ണുതയുടെ, സഹാനുഭൂതിയുടെ, ആർദ്രതയുടെ ഭാവം, ഈശോയുടെ കരുണാർദ്ര സ്നേഹത്തിൻ്റെ പുണ്യം എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ആകണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ അമ്മമാര് രോഗികളായി മാറുമ്പോൾ, നമ്മുടെ അയൽഭവനങ്ങളിൽ രോഗാവസ്ഥയിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ ആയിരിക്കുമ്പോൾ അവരുടെ അടുക്കിലേക്കൊന്ന് ചെല്ലാൻ, അവരെ ഒന്ന് താങ്ങിപ്പിടിക്കാൻ, അവരെ ഒന്ന് കൈകോട് കൈ ചേർത്ത് ഒരു സമാശ്വാസത്തിൻ്റെ നല്ല വാക്ക് പറയാം. ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ഒരുപക്ഷെ നമുക്കറിയാം. ഒട്ടുമിക്ക ഭവനങ്ങളിലും മക്കള് കൂടെയില്ല. പ്രായമായ മാതാപിതാക്കന്മാർ, രാവിലെ വന്ന് വൈകുന്നേരം മടങ്ങിപ്പോകുന്ന വേലക്കാരൻ, ഒറ്റയ്ക്കാണ് പലരും. ആരോടും സംസാരിക്കാൻ അവർക്ക് അവസരം കിട്ടാറില്ല, സംസാരിക്കാൻ ആരെയും കിട്ടാറില്ല. ആകെ വരാൻ സാധ്യതയുള്ള സമപ്രായക്കാരൊക്കെ അവരെക്കാൾ അവസരമായി മറ്റു ഭവനങ്ങളിൽ ആയിരിക്കുകയാണ്. ഇവിടെ യുവത്വം പേറുന്ന നമ്മൾ ഒരുപാട് പേരുണ്ട്. നമ്മുടെ ഭവനങ്ങളിലായിരിക്കുന്ന, അയൽഭവനങ്ങളിലായിരിക്കുന്ന, ഇടവകയിലെ വിവിധ വാർഡുകളിലായിരിക്കുന്ന രോഗികളായ, ബലഹീനരായ, അസ്വസ്ഥരായ, സന്തോഷം നഷ്ടപ്പെട്ട ഈ പ്രിയപ്പെട്ട കാർന്നവന്മാരുടെ അടുക്കലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാനുള്ള നല്ല മനസ്സ് എനിക്ക് നിങ്ങൾക്കുണ്ടാകുമോ? എന്തേ നമുക്ക് അവരെ ഒന്ന് താങ്ങിപ്പിടിച്ചാൽ, എന്തേ അവരെ ഒന്ന് സ്നേഹിച്ചാൽ?
നമ്മുടെ ജീവിതത്തിൻ്റെ തുടിക്കുന്ന യൗവനത്തിൽ ഓടി നടക്കാൻ പറ്റുന്ന ആവതുള്ള കാലത്ത് അവരിലേക്ക് നീളുന്ന കൈകളും കാലുകളുമൊക്കെ നമുക്ക് വേണം. നമുക്ക് അവരൻ്റെ കണ്ണീരൊപ്പം, അവൻ്റെ വേദനയിൽ അവൻ്റെ അടുത്ത് ചേർന്നിരിക്കാം. അവൻ്റെ അസ്വസ്ഥതകളിൽ അവന് ആശ്വാസവാക്കുകൾ പറഞ്ഞു കൊടുക്കാം. മക്കളുടെയോ ജീവിത പങ്കാളിയുടെയോ മരുമക്കളുടെയോ കുഞ്ഞുമക്കളുടെയോ ഒക്കെ സ്നേഹം ആസ്വദിക്കാൻ ഭാഗ്യം കിട്ടാത്ത ഹതഭാഗ്യർക്ക് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ സ്നേഹം അപ്പൻ്റെ സ്നേഹമായി, അമ്മയുടെ സ്നേഹമായി, സഹോദരങ്ങളുടെ സ്നേഹമായി, കുഞ്ഞുമക്കളുടെ സ്നേഹമായി, മക്കളുടെ സ്നേഹമായി ഒന്ന് പകർന്നു കൊടുക്കാൻ ആകുമെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാകും. പ്രിയപ്പെട്ടവരെ, ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.